ഇപ്പോൾ കേരളം മുഴുവനും ഇലക്ഷൻ്റെ ചൂടിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട വാർത്തകളും കുറേ കാർട്ടൂണുകളും ട്രോളുകളും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണാം. അപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ഒരു സിനിമയുടെ അതിൻ്റെ റൈറ്റർ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം ഒരു ആർട്ടിക്കിൾ അതിൽ എഴുതിയിരുന്നു. അദ്ദേഹത്തിന് ഈ വെള്ളിമൂങ്ങ എന്നുള്ള സിനിമ എങ്ങനെ സംഭവിച്ചു, ഒരു കഥാപാത്രം എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഓർമ്മകളും ആ വെള്ളിമൂങ്ങയുടെ ആ ഒരു 10 വർഷം മുമ്പുള്ള ഒരു കാലത്തേക്ക് പോയി. അപ്പോൾ ഞാൻ ആ ഒരു സിനിമയെക്കുറിച്ചും ഈ ഒരു റൈറ്റർ പറഞ്ഞതും അതല്ലാതെയുള്ള കുറേ രസകരമായിട്ടുള്ള കുറച്ച് ഓർമ്മകളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ബിജു മേനോൻ എന്ന് പറയുന്ന ഒരു നടൻ നമുക്ക് എന്താ പറയുക, വില്ലനായിട്ടും ക്യാരക്ടർ റോളുകളിലൂടെയും പോലീസ് വേഷത്തിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിലൊരു കൊമേഡിയൻ അല്ലെങ്കിൽ നന്നായിട്ട് ഹാസ്യവേഷം കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നൊരു സിനിമ എന്ന് പറയുന്നത് ഓർഡിനറി എന്ന് പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ ഓർഡിനറി കഴിഞ്ഞിട്ടും ബിജു മേനോൻ കുറച്ച് സിനിമകളൊക്കെ ഈ പറഞ്ഞ പോലെ കുഞ്ചാക്കോപ്പൻ ആ ഒരു കോമ്പോയിലൊക്കെ ചെയ്തിട്ട് ഒരു സോളോ വിജയമൊന്നും ബിജു മേനോൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് വെള്ളിമൂങ്ങ എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റർ ജോജി തോമസ്, എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം ഇൻഫോ പാർക്കിൽ IT ഫീൽഡിൽ ജോലി ചെയ്തിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട് കണ്ണൂർ ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തിയാണ് ഇതിലെ മാമച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം. സിനിമയിൽ മാമച്ചനാണ്, യഥാർത്ഥ ജീവിതത്തിൽ അതിൻ്റെ പേര് മറ്റെന്തോ ഒരു പേരാണ്. അപ്പോൾ ഈ മാമച്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഓരോ വർഷവും ഓരോ പാർട്ടിയിൽ ചേരും, എലക്ഷൻ നിൽക്കും, പരാജയപ്പെടും. പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോൾ ഒരു ഭയങ്കര രസികനായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇദ്ദേഹം ചെറുപ്പം മുതൽ കാണുന്നതാണ്. അങ്ങനെ ഒരു ദിവസം ഒരു ക്രിസ്മസ് ദിവസം ഈ പറയുന്ന റൈറ്റർ വീടിൻ്റെ പുറത്തിരിക്കുമ്പോൾ മാമച്ചൻ നല്ല വെള്ളയൊക്കെ ഇട്ട് ഒരു പെട്ടിയൊക്കെ പിടിച്ച് നടന്നു പോകണമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നി ഈ ഒരു മാമച്ചൻ്റെ ഒരു കഥാപാത്രം. അതിന് മുമ്പ് അദ്ദേഹം സിനിമ ചെയ്യാനായിട്ട് ഒരുപാട് കഥകൾ ആലോചിച്ചു. പക്ഷെ മാമച്ചൻ്റെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വെച്ചിട്ടൊരു ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ടൊരു വൺ ലൈൻ റെഡിയാക്കി. അപ്പോൾ ഈ നമ്മൾ അതിൽ കണ്ട അജു വർഗീസിൻ്റെ കഥാപാത്രം, ടിനി ടോമിൻ്റെ കഥാപാത്രവും ആ ഒരു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റെ കഥാപാത്രവും ആ വീണ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ്, ഇത് ആ ഒരു കഥാപാത്രമൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന് അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആക്കിയതാണ് ഈ പറയുന്ന വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമുക്കറിയാം ജിബു ജേക്കബ്, അദ്ദേഹം ക്യാമറമാനായിട്ട് വന്ന് സംവിധായകനായാണ്. അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സംവിധാന സംരംഭമായിരുന്നു വെള്ളിമൂങ്ങ. അപ്പോൾ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെ റൈറ്റർ ജോജി തോമസ് മറ്റൊരു സുഹൃത്ത് വഴി ഈ ഒരു സ്ക്രിപ്റ്റായിട്ട് വന്നു. അപ്പോൾ റൈറ്റർ ജിബു ജേക്കബിൻ്റെ അടുത്ത് വന്നത് ജിബു ജേക്കബ് വഴി വല്ല സംവിധായകരിലേക്ക് എത്താമെന്നുള്ളത്. അപ്പോൾ ജിബു ജേക്കബിനൊന്നും സംവിധാനം ചെയ്യണമെന്ന് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. അദ്ദേഹം സ്ക്രിപ്റ്റൊക്കെ വായിച്ച് ഇവർ ഒരുമിച്ച് കുറച്ച് കറക്ഷൻസൊക്കെ പറഞ്ഞു, അതിനെ ഒരുമിച്ചെടുത്ത് ഇവർ വീണ്ടും റീവർക്ക് ചെയ്ത് 2-3 സംവിധായകരോട് കഥ പറഞ്ഞു. പക്ഷേ ആ സംവിധായകർക്കൊന്നും ഇതിലൊരു സിനിമ കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോൾ ജിബു ജേക്കബ് പറഞ്ഞത് ഞാൻ തന്നെ സംവിധാനം ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ മനസ്സിൽ റൈറ്റർ പറഞ്ഞു മമ്മൂക്ക ചെയ്താൽ നന്നാവും. അപ്പോൾ ജിബു ജേക്കബ് പറഞ്ഞു മമ്മൂക്ക നന്നാവും, പക്ഷെ അദ്ദേഹം ഇതിന് മുമ്പും നയം വ്യക്തമാക്കുന്ന പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ചുകൂടി ഒരു ഫ്രഷ്നെസ് വേറെ ആരെങ്കിലും ചെയ്യാം. പിന്നെ മമ്മൂക്ക അന്ന് പറയാം, മമ്മൂക്കയുടെ ഡേറ്റ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയതൊന്നും കിട്ടില്ല. അപ്പോൾ ജിബു ജേക്കബ് പറഞ്ഞു ഞാൻ ഒരു ക്യാമറമാനായിട്ട് എസ്റ്റാബ്ലിഷ് ആണ്, പക്ഷേ ഞാൻ സംവിധായകനായിട്ട് പ്രൂവ് ചെയ്യാത്തതുകൊണ്ട് മമ്മൂക്ക ചിലപ്പോൾ എനിക്ക് ഡേറ്റ് തരണമെന്ന് ഉറപ്പില്ല. വെറുതെ മമ്മൂക്കയുടെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അപ്പോൾ ബിജുമേൻ്റെ പരിചയമുണ്ട്, അപ്പോൾ ബിജുമേനെ വെച്ച് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഓർഡിനറി ഇറങ്ങി നിൽക്കുന്ന സമയത്തോട് ബിജുമേനെ അതുപോലത്തെ ഒരു കോമഡി റോളൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ബിജുമേൻ്റെ അടുത്ത് പോയി കഥ പറയുന്നു. ബിജുമേനെ ഓക്കെ പറഞ്ഞു. പക്ഷേ ബിജുമേനെ ഓക്കെ പറഞ്ഞിട്ടും പ്രൊജക്റ്റ് ആവാൻ പിന്നെ ഒരു 1.5 വർഷം എടുത്തു. കാരണം പല പ്രൊഡ്യൂസേഴ്സും ബിജുമേനെ നായകനാക്കാൻ തയ്യാറല്ലായിരുന്നു. പിന്നെ അജു വർഗീസും ടിനി ടോമിൻ്റെ അടുത്ത് ഇവർ ഓൾറെഡി കഥ പറഞ്ഞു, അവർ സെറ്റാണ്. അപ്പോൾ അജു വർഗീസിൻ്റെ ക്യാരക്ടറിന് വേണ്ടി ബിജുമേൻ്റെ കൂടെ ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ബിജുമേൻ്റെ ഒരു റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അന്ന് നായകതുല്യം എന്ന് പറയാവുന്ന അല്ലെങ്കിൽ അതേപോലത്തെ ഉള്ള കുറച്ച് നടന്മാരോടൊക്കെ ആ ഇത് പറഞ്ഞെങ്കിലും ബിജുമേൻ്റെ താഴെ നിൽക്കുന്ന റോള് ചെയ്യാൻ പലർക്കും തയ്യാറായില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് അജുവിലേക്ക് പോയത്. അജു ഒന്ന് നമുക്കറിയാം തട്ടത്തിന് മറയത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സപ്പോർട്ട് റോളുകളും ഒരു നായകൻ്റെ ഒക്കെ കൂടെ നിൽക്കുന്ന റോളുകളൊക്കെ തിളങ്ങി നിൽക്കുന്നത്, അതായത് എല്ലാ സിനിമയിലും ഉണ്ടാവുമെന്ന് അജു. അപ്പോൾ അജുവിൻ്റെ അടുത്ത് പറഞ്ഞു, ടിനി ടോമിൻ്റെ അടുത്തും പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും അവിടെ ഉറപ്പിച്ചു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ നിന്നു, ഞങ്ങൾ സിനിമയുടെ ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ടിനി ടോമിൻ്റെ ഒരു ക്യാരക്ടർ നമുക്കറിയാം ജോസ്. അപ്പോൾ ആ ഒരു ജോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇവരുടെ മനസ്സിൽ ആ ഒരു രൂപം ഇവരുടെ മനസ്സിലുണ്ടായത് MB രാജേഷ്, ഇപ്പോഴത്തെ സ്പീക്കർ MB രാജേഷാണ്. ഇപ്പോൾ സ്പീക്കറല്ല, സ്പീക്കറായിരുന്ന MB രാജേഷ്. അദ്ദേഹത്തിനെയാണ് ഇതിൽ എന്താ പറയുക ആ ഒരു മനസ്സിൽ രൂപം ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ആ കണ്ണൂരുകാരനാണ് നമുക്കറിയാം അദ്ദേഹം. അപ്പോൾ സ്വഭാവമല്ല, ആ ഒരു രൂപം കണ്ണടയൊക്കെ വെച്ച് ചെറിയൊരു കുറ്റിത്താടിയൊക്കെ വെച്ചിട്ടുള്ള MB രാജേഷിൻ്റെ ഒരു രൂപം. അപ്പോൾ അങ്ങനെയാണ് ടിനി ടോമിൻ്റെ ക്യാരക്ടർ സെറ്റ് ചെയ്തു. പിന്നെ വേറൊരു പ്രൊഡ്യൂസറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സിനിമ ഓണായത്. ആ ഒരു സിനിമ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ കുറേ വർഷം മാസങ്ങൾ എടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു സിനിമ 2014 സെപ്റ്റംബറിലാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അന്ന് വലിയൊരു ഓളമൊന്നും ഇല്ലാതെയാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത്. എനിക്ക് ഓർമ്മ ഞാനത് റിലീസ് ദിവസം എറണാകുളത്താണ്, സരിത തിയേറ്ററായിരുന്നു എന്നാണ് ഓർമ്മ.
അന്ന് ഫഹദിനെ തന്നെ മറ്റൊരു സിനിമ റിലീസ് ചെയ്തിരുന്നു, മണിരത്നം എന്ന് പറയുന്ന സിനിമ എന്നുള്ള ഓർമ്മ. അപ്പോൾ 2 സിനിമയും വന്ന് തിയേറ്ററിൽ ഫഹദിൻ്റെ സിനിമയ്ക്കായിരുന്നു അന്നൊരു ഇനീഷ്യൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ വെള്ളിമൂങ്ങിക്ക് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നെ പയ്യെ പയ്യാണ് ആ ഒരു സിനിമ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി എത്തിയത്. അപ്പോൾ ഇതിന് മുമ്പ് 2014 ഏപ്രിൽ മെയ് സമയത്തായിരുന്നു നമ്മുടെ ലോക്സഭ ഇലക്ഷനൊക്കെ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഇലക്ഷൻ പ്രചാരണത്തിൻ്റെ ഇടയ്ക്ക് ബിജു മേനോൻ്റെ ഈ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ കണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കുറേ മാസങ്ങൾ എടുത്തിട്ടാണ് ആ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. പിന്നെ ആസിഫ് അലിയുടെ ഒരു ഗസ്റ്റ് റോള്, അപ്പോൾ അന്നും ഇതുപോലെ അവർ പറഞ്ഞു ആസിഫിൻ്റെ ആ റോളിലേക്ക് പല നടന്മാരെയും ആലോചിച്ചു, പക്ഷെ പലർക്കും ആ ഒരു ഗസ്റ്റ് റോൾ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ബിജു മേനോൻ ആസിഫായിട്ടുള്ള ബന്ധത്തെ പുറത്ത് ആസിഫിൻ്റെ വിളിച്ചപ്പോൾ ആസിഫ് തിരക്കിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കൂടി ആസിഫ് വന്ന് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ആ ഒരു ആസിഫിൻ്റെ ഒരു രൂപം കുറച്ച് മെലിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ഏകദേശം പറ്റ വെട്ടിയിട്ടുള്ളത്. അതായത് അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അന്ന് ശരിക്കും ജിബു ജേക്കബിൻ്റെ മനസ്സിൽ ഒരു അച്ചായൻ്റെ ഒരു ക്യാരക്ടർ ആകുമ്പോൾ കുറച്ചും കൂടി വേറൊരു ലുക്കായിരുന്നു ആസിഫിൻ്റെ ഉദ്ദേശം. പക്ഷേ ആസിഫ് വന്നു കഴിഞ്ഞപ്പോൾ മെലിഞ്ഞ് മുടിയൊക്കെ പറ്റ വെട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ, ആസിഫിന് ആ ക്യാരക്ടർ ലുക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു ക്യാരക്ടറിന് കറുപ്പ് ഇട്ട് കൊടുത്തു. ഇന്ന് ആ സിനിമ നമുക്കറിയാം, ആ ഒരു സിനിമയിൽ ആസിഫ് വരുന്ന സീനുകളൊക്കെ കറുപ്പ് ഡ്രസ്സാണ്. പക്ഷെ ക്ലൈമാക്സോട് എടുക്കുമ്പോഴാണ് ഏറ്റവും അവസാനത്തെ ഒരു ഷോട്ടിലാണ് ആസിഫ് ഒരു പോസിറ്റീവ് ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കുന്നത്. അതിൽ വേറൊരു കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം കൊടുത്തു, മറ്റേതൊക്കെ ഒരു കറുപ്പ് ഡ്രസ്സ് കൊടുത്തത്, അങ്ങനെ ആ ഒരു രൂപത്തിന് പറ്റിയ ഒരു കോസ്റ്റ്യൂം കൊടുത്തു എന്നൊക്കെയാണ് സംവിധായകൻ പറഞ്ഞത്. എന്തായാലും ആ ഒരു സിനിമ ഇന്നും പറഞ്ഞ പോലെ ഭയങ്കര പ്രസക്തി എന്നുള്ളൊരു സിനിമയാണ്. അതിലെ ബിജു മേനോൻ്റെ ഒരു ക്യാരക്ടറും. അപ്പോൾ റിയൽ മാമച്ചൻ ഈ സിനിമ ഇറങ്ങിയ ശേഷം മാമച്ചൻ അവിടെ ഫേമസ് ആയി എന്നൊക്കെ റൈറ്റർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2014 ഇപ്പോൾ 11 വർഷം കഴിഞ്ഞു ആ ഒരു സിനിമ ഇറങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു സിനിമയ്ക്ക് പ്രസക്തി ഉണ്ട്. ആ ഒരു സിനിമയ്ക്ക് വേണമെങ്കിൽ വീണ്ടും 2ാം ഭാഗമൊക്കെ വന്നാൽ ആ ഒരു ക്യാരക്ടറിനൊക്കെ വെച്ചിട്ട് ഇന്ന് മാമച്ചൻ എന്തായിരിക്കും. കാരണം 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ആ ഒരു മാമച്ചൻ്റെ ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് ഇന്ന് വീണ്ടും ഒരു സിനിമയൊക്കെ വന്ന രസകരമാവുമെന്ന് തോന്നുന്നു. അത് റീമേക്ക് ചെയ്തിട്ടുണ്ട് തമിഴിൽ, സുന്ദർസിയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സിനിമ അതും കുഴപ്പമില്ലാത്തൊരു വിജയം തോന്നുന്നു. അതിൽ വൈഭവ് എന്ന് പറഞ്ഞ നടനാണ് ആസിഫിൻ്റെ റോളൊക്കെ ചെയ്തത്. എന്തായാലും വെള്ളിമൂങ്ങ എന്നുള്ള സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങളുടെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ നാട്ടിലോ ഇതേപോലെ മാമച്ചൻ്റെ പോലത്തെ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമ്മളോട് ഷെയർ ചെയ്യാം.